നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര സമാധി കേസിൽ കുടുംബത്തിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. ഗോവിന്റെ ആന്തരിക അവയവങ്ങളെ രാസപരിശോധനാ ഫലം വന്ന ശേഷം മരണത്തിലെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് നീക്കം. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞു. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് റിപ്പോർട്ട്. മരണം നടന്ന സമയത്തെക്കുറിച്ച് അവ്യക്തതയുണ്ട്. തലയിൽ കരുവാളിച്ച പാടുകളുണ്ട്. ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗോവന്റെ ആന്തരികാവയവങ്ങളെ സാമ്പിൾ രാസപരിശോധനയ്ക്കായി വിവിധ ലാബുകളിലേക്കാണ് അയച്ചത്. ഇതിന്റെ ഫലം കിട്ടാൻ വൈകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗോവന്റെ മക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും ഇന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 9 രാവിലെ 10:30 ഗോപൻ സമാധി ഇരിക്കാൻ പോയെന്ന് മക്കൾ പറയുന്നു. അടുത്ത ദിവസം പുലർച്ചെ 3:30 സമാധി പൂർത്തിയായെന്നുമാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. സ്ഥലവാസികളിൽ ചിലരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. അതിനിടെ പിതാവിനെ മക്കൾ സമാധി ഇരുത്തിയെന്ന സംഭവത്തിൽ ആറാലുമൂട് കാവുവിളകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുതുതായി നിർമ്മിച്ച കല്ലറയിൽ സംസ്കരിച്ചു. ആദ്യം നിർമ്മിച്ച കല്ലറ പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് പുതിയത് തയ്യാറാക്കിയാണ് ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഇതിനുശേഷം ഇവിടെ ആരാധനയും തുടങ്ങി. അച്ഛനെ സമാധിത്തറയിൽ സമാധി ഇരുത്തുകയായിരുന്നുവെന്ന് ഗോപന്റെ മക്കളായ സനന്ദൻ, രാജസേനൻ എന്നിവർ പറഞ്ഞു. കല്ലറയ്ക്ക് ഋഷിപീഠം എന്ന പേരും നൽകി. പഴയ കല്ലറ വ്യാഴാഴ്ച പൊളിച്ച് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രി മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം നാമജപ യാത്രയായാണ് ആറാലുമൂട്ടിലെ വീട്ടുവളപ്പിൽ എത്തിച്ചത്. സന്യാസിമാരുടെ കാർമോത്വത്തിലായിരുന്നു ചടങ്ങ്. ചെങ്കൽ മഹേശ്വരം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ, ചെങ്കൽ ക്ഷേത്ര മേൽശാന്തി കുമാർ മഹേശ്വരം, കാശിലിംഗ ഗുരുസ്വാമി, സമാധി ധർമ്മ മഠം മഠാധിപതി വാസുദേവാനന്ദ സരസ്വതി തുടങ്ങിയവർ കാർമികരായി. ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന അറയിലായിരുന്നു നേരത്തെ സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ പറഞ്ഞത്. പഴയതിന്റെ ഇരട്ടിയിലധികം വലുപ്പത്തിലാണ് പുതിയ കല്ലറ നിർമ്മിച്ചിരിക്കുന്നത്. പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരവും ഇട്ട ശേഷം മൃതദേഹം ഭസ്മം കൊണ്ട് മൂടി. മകൻ സനന്ദൻ ഉൾപ്പെടെ 3 പേരായിരുന്നു കല്ലറയിൽ ഇറങ്ങിയത്. 500 കിലോ ഭസ്മവും 50 കിലോ പച്ചക്കർപ്പൂരവുമാണ് ആദ്യം എത്തിച്ചത്. തികയില്ലെന്ന് കണ്ടതോടെ 1500 കിലോ ഭസ്മവും 200 കിലോ പച്ചക്കർപ്പൂരവും അധികം വാങ്ങി. വിവാദമായപ്പോൾ നടത്തിയ പരാമർശത്തെക്കുറിച്ച് മാപ്പ് ചോദിക്കുന്നുവെന്നും പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും സനന്ദൻ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് കല്ലറ തുറന്ന മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തിയ ശേഷം പിതാവ് വാങ്ങിവെച്ചിരുന്ന ശീലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നുമാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരുന്നിരുന്നത്. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകി തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപൻ സ്വാമിയെ നാട്ടുകാരറിയാതെ നേരത്തെ തയ്യാറാക്കിയ പീഠത്തിൽ വീട്ടുകാർ സമാധി ഇരുത്തിയത്. ഇത് വിവാദമായതിനെ തുടർന്നാണ് പോലീസ് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. നേരത്തെ പോലീസ് പൊളിച്ച സമാധി സ്ഥലത്ത് കൂടുതൽ വലുപ്പത്തിൽ വീട്ടുകാർ പുതിയ സമാധി പീഠം നിർമ്മിച്ചു. ഋഷിപീഠം എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടം തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് വീട്ടുകാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.